ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് RSP കേരള കോൺഗ്രസ് നീക്കങ്ങൾ. ഇതിൽ RSPയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്, നിർണായക യോഗമാണ്. RSP ഒരു പരസ്യമായി തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന തീരുമാനം ഈ യോഗത്തിലാണ് ഉണ്ടാവേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ RSPയുടെ നിലപാട്? ഇതിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കും? ഡാൻ, 5 സീറ്റുകളിൽ മത്സരിക്കുക എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള ഒരു നീക്കം RSPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. അതിനപ്പുറത്തേക്ക് അവർക്ക് ഏത് വിധേനയും അക്കൗണ്ട് തുറക്കണം. അതായത് കഴിഞ്ഞ തുടർച്ചയായി നിയമസഭയിൽ പ്രാതിനിധ്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിന് ഒരു പരിഹാരം ഉണ്ടായേ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ജയസാധ്യതയുള്ള മണ്ഡലത്തിന് വേണ്ടി തന്നെ സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞാലും ലഭിക്കുന്ന സീറ്റ് ജയസാധ്യതയുള്ള മണ്ഡലത്തിലായിരിക്കണം എന്ന കൃത്യമായ ഒരു ആവശ്യത്തിലേക്ക് RSP നേതൃത്വം എത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതിൻ്റെ ഭാഗമായാണ് കൊല്ലത്തിന് വേണ്ടി അടക്കം RSP അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകാനുള്ള സാഹചര്യം നന്നേ കുറവാണ്. ഷിബു ബേബി ജോണാണ് കൊല്ലത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. പക്ഷേ നിലവിൽ കൊല്ലം സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകാത്ത ഒരു പശ്ചാത്തലമുണ്ടായാൽ ചവറയിൽ നിന്ന് തന്നെ ഷിബു ബേബി ജോൺ ജനവിധി തേടാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ചവറയിൽ ഏത് വിധേനയും വിജയമുറപ്പിക്കുക, അതാകും RSPക്ക് മുമ്പിലെ ആദ്യ കടമ്പ, ഒരു പ്രധാനപ്പെട്ട കടമ്പ. കാരണം UDF അധികാരത്തിലേക്ക് എത്തിയാൽ കൃത്യമായി മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ പ്രാപ്യനായിട്ടുള്ള ഒരാൾ RSPയുടെ മുഖമായി മാറുക ഷിബു ബേബി ജോൺ ആകും. അതുകൊണ്ട് അദ്ദേഹത്തിന് ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും അനിവാര്യതയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് RSP നേതൃത്വം ഷിബു ബേബി ജോണൊക്കെ കടക്കുകയും ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ അവർ നേരത്തെ മത്സരിച്ച ആറ്റിങ്ങൽ, അവിടെ ഒരു തരത്തിലും അവർക്കൊരു സാധ്യതയില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 മണ്ഡലങ്ങൾ, അതായത് ഒന്നുകിൽ അരുവിക്കര, അതല്ല എങ്കിൽ വർക്കല, അതല്ല എങ്കിൽ വാമനപുരം, ഈ 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് നൽകണം എന്നതാണ് RSPയുടെ ആവശ്യം. അതോടൊപ്പം നേരത്തെ മത്സരിച്ച മട്ടന്നൂർ, അവിടെയും സമാനമായ ജയസാധ്യത കുറഞ്ഞൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പേരിനൊരു സീറ്റ് നൽകുക എന്നതിനപ്പുറത്തേക്ക് മട്ടന്നൂരിന് പകരം ആലപ്പുഴയിലെ സുരക്ഷിതമായ ഒരു സ്ഥലം തങ്ങൾക്ക് വേണം എന്ന ആവശ്യമാണ് RSP നേതൃത്വം UDFന് മുമ്പിൽ വെക്കുന്നത്. വരുന്ന 14-ാം തീയതി RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തും. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതൊക്കെ നേതാക്കൾ എവിടെയൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിലടക്കം ഒരു അന്തിമമായ ചിത്രം 14-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇരവിപുരത്ത് അസീസിന് പകരം ബാബു ദിവാകരൻ ഇതിനോടകം തന്നെ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ RSPയുടെ ഭാഗത്ത് നിന്ന് UDFന് മുമ്പിലേക്ക് വെക്കുന്ന ആവശ്യങ്ങൾ ഏത് തരത്തിൽ UDF പരിഗണിക്കും, UDF ഏതൊക്കെ സീറ്റുകൾ നൽകും, അതിൽ ജയസാധ്യതയുള്ള ഏതൊക്കെ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാകും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വരുന്ന 2 ആഴ്ചക്കകത്ത് ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഡാൻ, ഈ RSPയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നില്ല. അതുകൊണ്ട് RSPക്ക് ഒരു സുരക്ഷിതമായ ഇടം ഉറപ്പുവരുത്തുന്ന ഒരു നീക്കം UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് കരുതണം. പ്രത്യേകിച്ച് ഷിബു ബേബി ജോണിന് നിയമസഭയിൽ ഉണ്ടാവുകയും അങ്ങനെ UDFിൻ്റെ മിനിസ്ട്രി ഉണ്ടാവുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഷിബു ബേബി ജോണിന് തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം ഒരു സുരക്ഷിത, അവരുടെ ഒരു നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് RSP, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു അനുഭാവപൂർണമായ ഒരു ഇടപെടൽ UDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഷിബു ബേബി ജോണിന്റെ പ്രതീക്ഷ. കാരണം മുന്നണിയുമായി ബന്ധപ്പെട്ട് പല നിലപാടുകളും തുറന്നു പറയുന്ന, പരസ്യമായി തന്നെ പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന ഒരു മുന്നണിയാണ് RSPയുടേത്. ചെറിയ പാർട്ടിയാണ് എങ്കിൽ കൂടി കൃത്യമായി നിലപാടുകൾ പറയേണ്ട സമയത്ത് അത് വ്യക്തമായി തന്നെ പരസ്യമായി പറയാൻ മടിയില്ലാത്തൊരു കക്ഷിയാണ്. അതുകൊണ്ട് അവരെ അത്തരത്തിൽ മാറ്റി നിർത്തുക വയ്യ. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഷിബു ബേബി ജോണിന്റെ വിജയം ഉറപ്പാക്കുക എന്നത് RSPയുടെ മാത്രമല്ല, അത് UDFിന്റെ കൂടി, കോൺഗ്രസിന്റെ കൂടി ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഷിബുവിന് വേണ്ടിയുള്ള കൃത്യമായ നീക്കങ്ങൾ ഒരു പക്ഷേ അത് ചവറയിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം വിട്ടു നൽകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ചവറയിൽ നിന്ന് തന്നെ ജനവിധി തേടാനാകും ഷിബു ബേബി ജോൺ നീക്കം നടത്തുക. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ കടക്കാനുള്ളൊരു സാഹചര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ചകൾ നിർണായകമാണ്. 14-ന്റെ
RSP മീറ്റിംഗും അവരുടെ ഒരു ഔദ്യോഗിക നിലപാട് കൂടി നമുക്കറിയാം. ഡാൻ, എന്തായാലും വളരെ നന്ദി. തിരികെ വരേണ്ട